ഹലോ ഗൈസ്, അപ്പം എല്ലാവർക്കും ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ ബിഗ് ബോസ് സീസൺ 7-ൻ്റെ ഗ്രാൻഡ് ലോഞ്ച് എല്ലാവരും കണ്ടു കാണുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ എനിക്കിതിൽ പറയാനുള്ള ഒരാളുടെ കാര്യമാണ് കേട്ടോ. ആദ്യത്തെ നമ്മളുടെ ആളായിട്ടുള്ള അനീഷ് ഒരു കോമണറായിട്ടാണ് വന്നതെങ്കിലും പക്ക ഭയങ്കരമായിട്ടുള്ള ബിഗ് ബോസ് ഷോയിലോട്ട് ഭയങ്കര ഷോയോടെ വന്ന ഒരാളായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത് കേട്ടോ. അപ്പം ഭയങ്കര ഒരു എന്തൊക്കെയോ സ്പ്രെഡ് ചെയ്യുക എന്ന് വെച്ചാൽ ആരുടെയൊക്കെയോ മാനറിസം കൊണ്ടുവരുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്തു. അപ്പോൾ നിങ്ങൾക്ക് ആരെയാണ് അയാളെ കണ്ടപ്പോൾ ഓർമ്മ വന്നതെന്ന് ജസ്റ്റ് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ എനിക്ക് ആളെ കണ്ടപ്പോൾ റോബിൻ രാധാകൃഷ്ണൻ്റെ ആ ഒരു ഫിഗറാണ് ഓർമ്മ വന്നത്. കാണാനും അതേപോലെ തന്നെ ഏകദേശമൊക്കെ ആ ഒരു ക്യാരക്ടറിൽ എന്തൊക്കെയോ ആരൊക്കെയോ മാനറിസം പഠിച്ചു വെച്ചുകൊണ്ട് വന്ന പോലെയാണ് എനിക്ക് ഫീൽ ചെയ്തത്. എൻ്റെ പേഴ്സണൽ ഒപ്പീനിയൻ ആണ് കേട്ടോ. വന്ന ഉടനെ തന്നെ എല്ലാവരെയും കയറി ആരോടും കൂടുതൽ അറ്റാച്ച്ഡ് ആവാതെ എല്ലാവരോടും ഭയങ്കര ഹെയ്റ്റായിട്ട് റൂഡായിട്ടൊക്കെ സംസാരിക്കുന്ന പോലെ ഫീൽ ചെയ്തു. രണ്ടാമത് വന്നത് നമ്മുടെ അനുക്കുട്ടിയാണ്. അപ്പോൾ അനുക്കുട്ടി വന്നപ്പോഴും ആളോടെ കൂടുതൽ അങ്ങനെ സംസാരിക്കാതെ എന്തോ പോലെയൊക്കെ കുറച്ച് ആളെ വിഷമിപ്പിക്കുന്ന രീതിയിലൊക്കെ ഒരു ആറ്റിറ്റ്യൂഡൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ വന്ന് കയറുമ്പോൾ ഫസ്റ്റായിട്ട് നമ്മൾ വരുമ്പോൾ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന എന്താണ്, നല്ല ഹാപ്പി ആയിട്ടുള്ള ബിഗിനിങ് ആണ്. ആ തുടക്കത്തിൽ അനുക്കുട്ടിയുടെ നേർക്ക് വന്നത് ഒരു ചെറിയ ഒരു ഹാർഷായിട്ടുള്ള ഒരു ബിഹേവിയറാണ് ഈ അനീഷിൻ്റെ ഭാഗത്തുനിന്ന്. സോ അത് മിക്കവാറും എല്ലാ പ്രേക്ഷകർക്കും അതിനോട് എതിർപ്പുണ്ടായി കാണും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നത്. എനിക്കെന്തോ അത് തീരെ പിടിച്ചിട്ടില്ല. ആ ഒരു റൂഡ് ബിഹേവിയർ ശരിയല്ല. കാരണം ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്തതേ ഉള്ളൂ ഷോ. സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് ഇത്രയും റൂഡായിട്ട് സംസാരിക്കേണ്ട ആവശ്യമുണ്ടായിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് ഒരുപാട് പേര് വന്നു. എല്ലാവരും വന്നപ്പോഴും നമ്മുടെ ഈ ഒരു അനീഷ് എന്ന് പറയുന്ന ആളുടെ സ്വഭാവം കുറച്ച് ഒറ്റയ്ക്ക് നിൽക്കുന്ന പോലെ, അല്ലെങ്കിൽ ഒറ്റയ്ക്ക് നിന്ന് കളിക്കുന്ന രീതിയിലൊക്കെയാണ് ആൾ നിൽക്കുന്നത്. അതത്ര ശരിയായിട്ടാണോ പോകുന്നതെന്ന് എനിക്കറിയില്ല. തുടക്കത്തിലേ ഇങ്ങനെ ഒറ്റപ്പെടേണ്ട ആവശ്യമില്ല. വേണമെങ്കിൽ ഗെയിം സ്റ്റാർട്ട് ചെയ്ത് കുറച്ചുകൂടെ എപ്പിസോഡ്സ് അല്ലെങ്കിൽ പോയി കഴിയുമ്പോൾ വേണമെങ്കിൽ ഒറ്റപ്പെട്ട് സ്ട്രാറ്റജി എടുക്കാമായിരുന്നു. പക്ഷേ തുടക്കത്തിൽ വന്ന ഉടനെ ഒറ്റപ്പെടുന്ന സ്ട്രാറ്റജി എടുത്താൽ അത് അയാളുടെ ഗെയിമിനെ ബാധിക്കും എന്നാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. കൂടുതൽ ഹെയ്റ്റ് പുറത്തുനിന്ന് വരാൻ സാധ്യതയുണ്ട് ആൾക്ക്, കാരണം ഈ ഒരു ബിഹേവിയർ ആയതുകൊണ്ട് തന്നെ. പിന്നെ തന്നെ ഒരുപാട് കണ്ടസ്റ്റൻസ് നമുക്ക് പരിചിതമായവരും പരിചിതമല്ലാത്ത കണ്ടസ്റ്റൻസും നമ്മുടെ ബിഗ് ബോസിൽ വന്നിട്ടുണ്ട്. സോ എനിക്ക് എല്ലാവരിലും എക്സ്പെക്റ്റേഷൻസ് ഉണ്ട്. എല്ലാവരും നല്ല രീതിയിൽ പെർഫോം ചെയ്യാൻ വേണ്ടിയിട്ട് തന്നെയാണ് വന്നേക്കുന്നത്. നമ്മുടെ രേണു സുധി എല്ലാവരും നല്ല പെർഫോമൻസ് ആണ്. കാരണം അവരുടെ ഒരു സംസാരത്തിൽ തന്നെ നമുക്ക് മനസ്സിലാവും. ഇനി പോകെ എപ്പിസോഡ്സിൽ നമുക്കത് കൂടുതൽ മനസ്സിലാക്കാൻ സാധിക്കും കേട്ടോ. അപ്പോൾ എന്തായാലും സോ എക്സൈറ്റഡ്. അപ്പം എല്ലാവരും ബാലൻസ് ചെയ്ത് പോകുന്നവരാണ്. ഇതിൽ പറയേണ്ട കാര്യങ്ങൾ നമ്മൾ പറയേണ്ട സമയത്ത് ബിഗ് ബോസ് കണ്ടസ്റ്റൻസ് പറയുന്നുണ്ട്. പിന്നെ എല്ലാ പ്രാവശ്യത്തെ പോലെ കുറേ പേരിങ്ങനെ സേഫ് ഗെയിം കളിക്കാനാണ് വന്നിട്ടുള്ളതെങ്കിൽ അവരുടെ കാര്യം പോക്കാണ്. കാരണം മെജോറിറ്റി ആൾക്കാരും നന്നായിട്ട് സംസാരിക്കാൻ അറിയുന്ന ആൾക്കാരാണ്. എസ്പെഷ്യലി ഞാൻ പറഞ്ഞിരുന്നാണെങ്കിൽ നമ്മുടെ ഷാരിക എന്ന് പറയുന്ന ആങ്കർ, അതുപോലെ ഈ അനീഷ് എന്ന് പറയുന്ന വ്യക്തിയും അതുപോലെ നല്ല ഒരു പെർഫോമർ ആണെന്നാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. പിന്നെ വന്ന ഉടനെ തന്നെ ആളൊരു മെയിൽ ഈഗോ പിടിച്ച ഒരാളാണെന്നാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. കാരണം വന്ന ഉടനെ തന്നെ സ്ത്രീകൾക്കെതിരായിട്ടാണ് സംസാരിച്ചത്. സോ ഇനി പോകെ സ്ത്രീപക്ഷവും പുരുഷപക്ഷവും കൂടെ ഡിവൈഡ് ആവാൻ തന്നെ സാധ്യതയുണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് എക്സൈറ്റഡ് ആണ്. പ്രതീക്ഷിക്കാം, എന്തെങ്കിലുമൊക്കെ പ്രതീക്ഷിക്കാം കേട്ടോ. മിക്കവാറും നമുക്ക് നാളത്തെ എപ്പിസോഡിൽ തന്നെ നല്ലൊരു അടി കാണാൻ സാധിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് വെയിറ്റ് ആൻഡ് വാച്ച്. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡിനെ പറ്റിയിട്ട് ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ. എല്ലാവരും നല്ല കിടിലൻ പെർഫോമൻസാണ്. എല്ലാവരും നല്ല രീതിയിൽ തന്നെയാണ് ഫസ്റ്റ് ഡേ സെറ്റാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് പോകെ ഓരോ എപ്പിസോഡ്സിൻ്റെ റിവ്യൂസ് ഞാൻ അപ്ലോഡ് ആക്കും. ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്യാനും മറക്കില്ല കേട്ടോ. അപ്പോൾ ഇത്രയുള്ളൂ ഗൈസ്. കണ്ടസ്റ്റൻസിൻ്റെ ലിസ്റ്റ് ഞാൻ പ്രത്യേകിച്ചൊരു വീഡിയോ ഇട്ടിട്ടുണ്ട്. നിങ്ങൾ ഇന്നത്തെ ലോഞ്ച് കണ്ടിട്ടില്ല എങ്കിൽ ജസ്റ്റ് ആ വീഡിയോ കണ്ടിട്ട് വന്നാൽ മതി. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ആരൊക്കെയാണ് നമ്മുടെ കണ്ടസ്റ്റൻസ് എന്നൊക്കെ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. ബൈ.